നാലാം ദിവസമായ തിങ്കളാഴ്ചയും ബാൾട്ടി ഉഷാറ് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് കിടുക്കൻ കളക്ഷൻ തന്നെയാണ് വന്നത്. ഇന്ന് നാലാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഉണ്ണി ശിവലങ്കം സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഷൈൻ നിഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ്. മികച്ച അഭിപ്രായവുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഞായറാഴ്ച മാത്രമായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതും റെക്കോർഡ് കളക്ഷൻ എന്ന് തന്നെ പറയാം. 826 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 71,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 31% ഈ ഒരു ഞായറാഴ്ച നമുക്ക് അത്രത്തോളം കളക്ഷൻ കാണാനും അല്ലെങ്കിൽ തിരക്ക് കാണാനും കഴിഞ്ഞു. 1,10,00,000 രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നത്. അതായത് 1,35,00,000 രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ വാരിക്കൂട്ടിയത്. 3 ദിവസവും സമാനമായ രീതിയിൽ തന്നെയാണ് സിനിമ കളക്ട് ചെയ്തത്. ശനിയാഴ്ച 92.45 ലക്ഷം രൂപയാണ് സിനിമ നേടിയതെങ്കിൽ 1,20,00,000 അല്ലെങ്കിൽ 1,15,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് രണ്ടാം ദിനം നേടിയത്. ആദ്യ ദിനവും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും 3 ദിവസത്തെ ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി വന്നിരിക്കുന്നത് 2,77,00,000 രൂപയാണ്. അതായത് കേരളത്തിൽ നിന്ന് 3,80,00,000 രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. അതായത് 4 കോടി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വന്നു തുടങ്ങി. രാവിലെ തന്നെ 2 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ഈ ഒരു വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ബാൾട്ടി തരംഗമാവുകയാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. സിനിമ 7 കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഇനി ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു തിങ്കളാഴ്ചയും അതിഗംഭീരമായിട്ടുള്ള കൊലത്തൂക്ക് തൂക്കി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എവിടെ തുടങ്ങിയോ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന കാഴ്ച തന്നെയാണ് 33-ാം ദിനത്തിലും സിനിമയ്ക്ക് കാണുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ആ ഒരു ലേബലിലേക്ക് എത്താൻ സിനിമയ്ക്ക് ഇനിയും ദൂരം വളരെ കുറവ് മാത്രം. വെറും 4 കോടിക്ക് താഴെയാണ്. ട്രാക്ഡ് കളക്ഷൻസിലൂടെ വരികയാണെങ്കിൽ ഏകദേശം 3.5-4 കോടിക്ക് അടുത്ത് എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഞായറാഴ്ച റെക്കോർഡ് കളക്ഷനാണ് സിനിമ അടിച്ചിരിക്കുന്നത്. ഏകദേശം സിനിമയ്ക്ക് 973 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 93,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ട്രാക്കേഴ്സ് പുറത്തുവിട്ടത്. 37% സിനിമയുടെ ഒക്യുപ്പൻസി വന്നത്. ഇതൊരു റെക്കോർഡാണ്. ഒരു മലയാള സിനിമയ്ക്ക് 32-ാം ദിനത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മാസം പിന്നിടുമ്പോഴും 1 കോടിക്ക് മുകളിലല്ല കിട്ടുന്നത്, 1.5 കോടിക്ക് മുകളിൽ കിട്ടുന്നു എന്നുള്ളത് വലിയ രസകരമായ സംഭവം തന്നെയാണ്. മലയാളത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കുകയാണ് ദുൽഖറും സിനിമയും. എന്താണേലും കല്യാണി പ്രിയദർശൻ ബാക്കി എല്ലാ താരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായി മാറുന്നു. ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് ഡൊമിനിക് അരുൺ. പലപ്പോഴും പേരുകൾ പറയാറില്ലെങ്കിലും അതെല്ലാം ഇതിനകത്തിൽ പറഞ്ഞു ഉള്ളിൽ നിന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ എടുത്തു പറയാനുള്ളത്, ഈ ഒരു ദിവസം സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 22 ലക്ഷം രൂപയാണ് മോർണിംഗിൽ മാത്രമായിട്ടുള്ള പ്രീ സെയിൽ. ഇന്ന് സിനിമയ്ക്ക് ചില സ്ഥലങ്ങളിൽ ടിക്കറ്റ് റേറ്റ് കുറവാണ് മൾട്ടിപ്ലക്സുകളിൽ. അതിൻ്റെ പോസ്റ്റർ ഒഫീഷ്യലായിട്ട് തന്നെ ദുൽഖർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ മാത്രം സിനിമ വേൾഡ് വൈഡ് അല്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 1,80,00,000 രൂപയ്ക്ക് മുകളിലാണ്. പുതിയ ചരിത്രം തന്നെയാണ് സിനിമ കുറിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 288 കോടി കടന്ന് ഇപ്പോൾ 290 കോടിയിലേക്കുള്ള പ്രയാണത്തിലാണ്. ഇന്നത്തോടെ 289 കോടി കടക്കും എന്നുള്ളത് ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്നും സിനിമയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 70 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്യാരണ്ടി ഇതാണ് എന്നുള്ളതുമാണ് പറയാനുള്ളത്. ട്രാക്കേഴ്സ് മുഖാന്തരമായി വന്നിരിക്കുന്നത് 103,41,00,000 രൂപയാണ്. ഇതേ സമയത്ത് തുടരുമെന്ന ചിത്രത്തിന് 107 കോടി 19 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമ വരുന്ന ആഴ്ചയിൽ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും നമുക്ക് കാണാൻ കഴിയും, കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് വിറ്റുപോയത് 48,000-ത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ്. ശനിയാഴ്ച 53,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇന്ന് മണിക്കൂറിൽ 1,200-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്, മോർണിംഗിൽ തന്നെ. അപ്പോൾ അതും വലിയ ഒരു പ്രതീക്ഷ നൽകുകയാണ്. തമിഴ്നാട്ടിൽ റെക്കോർഡാണ് സിനിമയ്ക്ക് തൂക്കാൻ കഴിഞ്ഞത്. ശനിയാഴ്ച 40 ലക്ഷവും ഞായറാഴ്ച 60 ലക്ഷം രൂപയും സിനിമ നേടി സ്റ്റഡി ഹോൾഡായിട്ട് നിൽക്കുന്നു. ഹിന്ദിയിലും സിനിമ ഞെട്ടിക്കുക തന്നെയാണ്. 25-ാം ദിനത്തിലും സിനിമ ഓടുമ്പോൾ 2 ലക്ഷം രൂപ അവിടുന്ന് കളക്ട് ചെയ്യാൻ കഴിയുന്നു. സിനിമ ഇതിനോടകം തന്നെ 4.5 കോടിയും കടന്നിരിക്കുകയാണ് ഹിന്ദി മേഖല. കൊലപറിവുണ്ട് ലോക കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയുടെ കളക്ഷൻ എത്ര വരുമെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാം, നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. തീർച്ചയായും കമൻസിലൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.